നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓട്ടോ ഇവിടെ തന്നെ കിടപ്പുണ്ട്. വസുന്ധരാൻ്റെ മീറ്റിംഗിൽ എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിക്കണമല്ലോ. എക്സ്ക്യൂസ് മീ. എന്താ മാഡം? ഈശ്വര, ആ മെഡിക്കൽ സ്റ്റോർ ഉടമ പ്രിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് വല്ലതും പറഞ്ഞു കൊടുക്കുമെന്ന് അറിയില്ലല്ലോ. അതെ, ഇപ്പൊ ഒരു പെൺകുട്ടി വന്ന് ഇവിടുന്ന് എന്തോ ഒരു മെഡിസിൻ വാങ്ങിയിട്ട് പോയില്ലേ? അതില് പേഷ്യന്റിന്റെ പേരെന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റേഷൻ വരെ പോവോ? ആ കേറ്. ആന്റി എന്താ അന്വേഷിച്ചെന്ന് മെഡിക്കൽ സ്റ്റോറുകാരനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്നിട്ട് മെഡിക്കൽ സ്റ്റോർ ഉടമ എന്തേലും പറഞ്ഞു കൊടുത്തായിരുന്നോ? ഏയ്, പേഷ്യന്റിന്റെ പേരും മെഡിസിന്റെ പേരും ഒക്കെ വസുന്ധരാന്റെ ചോദിച്ചെങ്കിലും അയാൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഓ ഭാഗ്യം. ഞാൻ വന്ന ഓട്ടോയിൽ വേറൊരു പെൺകുട്ടി കയറി പോകുന്നത് കണ്ട് ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് ആന്റി അതിന്റെ പുറകെ പോയി. ആ നേരത്തിന് ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. വസുന്ധര മേഡത്തിന്റെ മനസ്സിൽ എന്തോ സംശയം വീണു എന്നുള്ളത് ഉറപ്പാ. ഞാൻ കാരണം മോക്ക് ഇനി അവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന എന്റെ പേടി. ആവശ്യമില്ലാത്ത പേടിക്കൊന്നും നിൽക്കണ്ട. കൃത്യസമയത്ത് ആഹാരവും മരുന്നും ഒക്കെ കഴിച്ച് ഇവിടെ ഇരുന്നാ മതി, കേട്ടല്ലോ? അതെ, ഞാൻ നിന്ന് സമയം കളയുന്നില്ല. എന്തായാലും വസുന്ധരാന്റെ ഇതൊരു വിഷയമാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലെത്തണം. ഞാൻ ഇറങ്ങട്ടെ ആന്റി? ശരി മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കാം. അതിഗംഭീരമായി നിധി എന്നെ പറ്റിച്ചതാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമില്ല. അവൾ അമ്മയെ അച്ഛനെ ഒന്നും കാണാൻ പോയതല്ലാന്ന് ഉറപ്പാ. അവൾ ആ നിർമ്മലയുടെ അരികിലേക്ക് തന്നെയാ പോയത്. ഒരു ഉഗ്രൻ ചാൻസ് കിട്ടിയിട്ട് ആന്റി കൊണ്ടേ കളഞ്ഞു കുളിച്ചില്ലേ? കഷ്ടം. എന്റെ ശിവാനി, ഞാൻ കൃത്യമായിട്ട് അവളെ ഫോളോ ചെയ്തതാ. പക്ഷെ ആ മെഡിക്കൽ സ്റ്റോറിൽ കയറി അന്വേഷിക്കാൻ പോയതാ മണ്ടത്തരമായി പോയത്. എന്തായാലും മണ്ടത്തരം കാണിച്ചല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പുറകെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാണും. ആ മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ വെച്ച് തന്നെയാ അവൾ എന്നെ ചീറ്റ് ചെയ്തത്. ആന്റി ഒന്ന് മീറ്റ് ചെയ്തേ, ഞാൻ ഈ കാര്യത്തിലെ ഒരു ഉറപ്പ് വരുത്തട്ടെ. നീ ആരെയാ വിളിക്കുന്നേ? ആന്റി ഒന്ന് മീറ്റ് ചെയ്. ആ പറയടി. അമ്മേ, നിധി ഇവിടെ വന്നായിരുന്നോ? നിധിയോ? എന്താ കാര്യം? അമ്മയെ കാണാൻ പോകുന്നു പറഞ്ഞ് അവൾ ഇവിടുന്ന് ഇറങ്ങിയായിരുന്നു. അല്ല, അവിടേക്ക് തന്നെയാണോ വന്നതെന്ന് അറിയാനാ. വന്നോ ഇല്ലയോ അത് പറ. ഇവിടെ നിധിയും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അവള് വേറെ വല്ലയിടത്തും പോയതായിരിക്കും. നിധി അവിടെ വന്നിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതോ അമ്മയുടെ ശ്രദ്ധയിൽ പെടാത്തതാണോ? ഓ, ഞാനിവിടെ മനോരാജ്യം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഒന്നാമത് ആ ചന്ദ്രിക രാവിലെ എവിടെ പോയി? ഞാനാണെങ്കിൽ ഇവിടെ കിടന്ന് പണിയെടുത്ത് നട്ടല് പൊട്ടുവാ. നീ ഫോൺ വെച്ചിട്ട് പോയേ. അല്ല, അപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനമായി.
നിധി പോയത് അവളുടെ വീട്ടിലേക്കല്ല ആന്റി. എന്തായാലും ഒരു സുവർണ അവസരം ആന്റി ആയിട്ട് കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചു. എടി പുറത്തു പോയവള് തിരികെ വരാതിരിക്കില്ലല്ലോ. നീ വാ, എന്ത് വേണോന്ന് എനിക്കറിയാം.